എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് എടുത്തിരുന്ന ഷെയറുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ITDC എന്ന് പറയുന്ന ഷെയർ മാത്രം 594 ആവറേജ് ട്രേഡ് പ്രൈസ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ 594 വരെ വന്നില്ല, 592 വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി നല്ല രീതിയിൽ. ബാക്കി നമ്മൾ എടുത്തിരുന്ന 16 ഷെയറിൽ 10 ഷെയർ നല്ല രീതിയിൽ നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഷെയറിൻ്റെ ഞാൻ കാണിക്കാം, ITDCയുടെയും കാണിക്കാം. ചാർട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ITDC അതിൻ്റെ ആവറേജ് 594 നോക്കിയേ. ഈ ക്യാൻഡിൽ ഹൈ 590, ഈ ക്യാൻഡിലെ ഹൈ നോക്കിയാൽ 592.40. ഇതിൻ്റെ ഇവിടോട്ട് നോക്കിയാൽ മതി. 592.40 വരെ വന്നിട്ട് അത് താഴെ പോയി. 592.40 591 ആ റേഞ്ചിലൊക്കെ എടുക്കുമായിരുന്നെങ്കിൽ 553 വരെ ഏകദേശം 35 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് ചാൻസ് തന്ന ഷെയറുകളാണ് 10 ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചാൻസ്. ഗണേഷ് ഹൗസിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ട്രേഡായി ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, 34-5 രൂപയുടെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 30 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 491 39 രൂപ പ്രോഫിറ്റ്. 39 രൂപയ്ക്ക് അടുത്ത പ്രോഫിറ്റ് എത്ര? 20 മിനിറ്റ് കൊണ്ട്. അതിനുശേഷം സൂപ്പർ പ്രോഫിറ്റാണ് അതിൽ കൊടുത്തത്. അതുപോലെ പോളിക്യാബ് എന്ന് പറയുന്ന ഷെയർ, പൊളിക്യാബ് കണ്ടില്ലേ, ഓപ്പണിങ് R1 മുകളിൽ അവിടെ നിന്ന് നേരെ കട്ട് ചെയ്തു. നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുത്ത 4500 അല്ലെങ്കിൽ 4500 4490 റേഞ്ചോ എവിടെ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. അവിടെ എടുത്താൽ നോക്കി ഒറ്റ ക്യാൻഡിലിൽ അതെവിടെ വരെ വന്നു? ഡൗൺ സർക്യൂട്ട് അടിച്ച് പോയി. ഞാനിതിൽ 50 ഷെയറിനകത്ത് 6000 രൂപ പ്രോഫിറ്റ് കിട്ടി. വെറും 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട്. പക്ഷേ അത് വെച്ചോണ്ടിരിക്കണം. വെറും 50 ഷെയർ അല്ലേ, ഏകദേശം 20,000 രൂപ പ്രോഫിറ്റ് കിട്ടും 5 മിനിറ്റിനുള്ളിൽ. പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി 50 ഷെയറിൽ 6000 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ ആരാന്നേലും ബുക്ക് ചെയ്യും. നല്ല രീതിയിൽ പോയിട്ട് തിരിച്ച് കയറി വന്നു. വീണ്ടും ആ റേഞ്ച് വന്നു. വീണ്ടും നല്ലതായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, R1 വന്നു 4508 റേഞ്ച് വന്നിട്ട് വീണ്ടും 4427 70-80 രൂപ താഴെ പോകുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോയി ട്രേഡായി വീണ്ടും തിരിച്ചിറങ്ങുന്നു. വീണ്ടും 100 രൂപയുടെ മുകളിൽ താഴത്തിട്ടാണ് 100-150 രൂപയ്ക്ക് അടുത്ത് 3 പ്രാവശ്യം. ഇത്രയും വലിയ ഷെയറിൽ റിസ്ക് എടുക്കുന്നവർക്ക് നല്ല ചാൻസാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഗോവ കാർബൺ. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇപ്പം ഈ റേഞ്ച് 728 റേഞ്ച് എടുത്താൽ നമ്മൾ 2 സ്റ്റോപ്പ് ലോസ് 742 മുകളിലാണ്. ഈ ക്യാൻഡിൽ പോകുന്നുണ്ട് അതിന് മുകളിൽ. അതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ മതി. എൻട്രി എടുത്തിട്ട് 726-27 എൻട്രി എടുത്താൽ നോക്കി 681 ഏകദേശം 45 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഹൈ അടിക്കുന്നുണ്ട്. ഹൈ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിരിച്ച് എൻ്റെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരം വന്ന ഹൈയുടെ മുകളിൽ കൊണ്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അവിടെ എടുത്താൽ അത് വീണ്ടും 706 690 വീണ്ടും ഒരു 25-30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നീട് ഷെമാരു എൻ്റർടൈൻമെൻറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി. ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. നമ്മൾ 193 എൻട്രി എടുത്താൽ 182 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നീട് വീണ്ടും ഇത് പോയി പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് 193 496 റേഞ്ച് എടുത്താൽ
ഇത് 91. പക്ഷേ പിന്നെ കുറച്ച് നേരം ആ റേഞ്ചിൽ നിന്ന് കളിക്കാൻ നമുക്ക് ഡൗട്ടാവും. എന്തായാലും കയറി പോവില്ല, തിരിച്ച് വീണ്ടും 186 രൂപ റേഞ്ചിലോട്ട് 187, 186 റേഞ്ചിനടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം RVNL ഇവിടം വരെ വന്നിട്ടുണ്ട്. കേട്ടില്ലേ, ഇവിടം വരെ 251 വരെ വന്നിട്ടുണ്ടായിരുന്നു. 251 വന്നിട്ട് ഈ റേഞ്ച് അടിക്കാത്തതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ മാത്രം. 245 റേഞ്ചിൽ എൻട്രി താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 227, ഏകദേശം 18 രൂപ പ്രോഫിറ്റ്. പിന്നീട് അത് കയറി വന്ന ആവറേജിനടുത്ത് തന്നെ ട്രേഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതിനുശേഷം IRFC അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്ന് നമ്മൾ എൻട്രി എടുക്കും. 150, 70 റേഞ്ചിലെടുത്താൽ നോക്കിയേ 136, 35 വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 14 രൂപയുടെ മുകളിൽ അതിനകത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓപ്പണിംഗ് ക്യാൻഡിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് നോക്കട്ടെ. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടം വരെ പോകുന്നത്. ഹൈ തിരിച്ചിറങ്ങുന്ന ഇവിടെ എൻട്രി എടുക്കുക. 887 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്കത് നമ്മൾ ഈ റേഞ്ച് 886, 87 റേഞ്ച് എടുത്താൽ നമുക്ക് 822, 815 വരെ അത് വന്നിട്ടുണ്ടായിരുന്നു. 800 ലോ ഇതിനകത്ത് 822 കാണിക്കുന്നത്. 815 തോന്നുന്നു. എന്തായാലും 822 ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. 888 ഏകദേശം 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം MSTC എന്ന് പറയുന്ന ഷെയർ MSTC പ്രീവിയസ് ഡേ ഹൈ വന്നിട്ടില്ല, അതിന് മുന്നേ ഇറങ്ങി. പക്ഷെ അതിൽ ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ച് വരുന്നതിന് മുന്നേ ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് ചെയ്തതാണ്. ഇവിടെ മാത്രമേ ചാൻസ് ഇരുന്നില്ല, അത് വിട്ടേക്ക് നോക്കണ്ട. അതിനുശേഷം മിഥാനി എന്ന് പറയുന്ന ഷെയർ മിഥാനി ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് താഴെ പോയി. അതിനുശേഷം കയറി ഡേ ഹൈ അടിച്ചു. അതിനുശേഷം R1 അടിച്ചിട്ട് ഇവിടുന്ന് താഴെ ഇവിടെ എൻട്രി എടുക്കും. 450 എടുത്താൽ നമുക്ക് ഒരു 5 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നു. പക്ഷേ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കും. ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. വീണ്ടും അത് തിരിച്ച് ഈ റേഞ്ച് ഇറങ്ങുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. 450 താഴെ വരുവാണെങ്കിൽ എൻട്രി 450 താഴെ ഒന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ 434, ഏകദേശം 15-16 രൂപ പ്രോഫിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 5 രൂപ പ്രോഫിറ്റ്, ഇവിടെ ഒരു 15 രൂപ പ്രോഫിറ്റ് മൊത്തത്തിൽ. അതിനുശേഷം ആവന്തി ഫീഡ് ഓപ്പണിംഗ് ക്യാൻഡിലേൽ ഇതിൻ്റെ ഹൈ ഇവിടം വരെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടം വരെ. അതിനുശേഷം അത് താഴെ ഇറങ്ങുന്ന സമയത്ത് 567 താഴെ പോകുമ്പോൾ എൻട്രി എടുക്കുക. 533, ഏകദേശം 33 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ 1-2 ഷെയറുകൾ നല്ല രീതി 1-2 ചാൻസ് തന്നിട്ടുണ്ട്. നമുക്കിനിയും അടുത്ത ദിവസത്തെ സ്റ്റോക്ക് നോക്കാം. ഇന്നും നിഫ്റ്റി നല്ല രീതിയിൽ ഡൗണിൽ പോയിട്ട് കുറച്ച് കവറിങ് വന്ന് പ്ലസിനടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചിറങ്ങി വീണ്ടും താഴെ പോയി. ഏകദേശം ഒരു ഇന്നത്തെ ലോസ് പകുതി, ഇന്നത്തെ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഏകദേശം ഒരു പകുതി റേഞ്ചിൽ വന്ന് നിൽപ്പുണ്ട്. നാളെ മിക്കവാറും എനിക്ക് തോന്നുന്നത് കുറച്ച് കയറും. ഡൗൺ ട്രെൻഡിൽ വന്നാലും മാർക്കറ്റ് കയറാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ 20 ഷെയർ എടുത്തിട്ടുണ്ട്. 20 ഷെയർ നാളെ ഇതിനകത്ത് പകുതി ഷെയറും ASM ലിസ്റ്റിലുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് ട്രേഡ് ചെയ്യാൻ കിട്ടില്ല. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അവിടെയൊക്കെ ഉള്ളവർക്ക് അത് ബ്ലോക്ക്ഡ് ആയിരിക്കും. എന്നാലും വേറെ ചില ഷെയറുകളുണ്ട്. 20 എണ്ണത്തിൽ ഒരു 10-12 എണ്ണം
നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയറുകളാണ്. അപ്പോൾ ആ ഷെയറിനകത്ത് ചാൻസുകൾ വന്നാൽ നമ്മൾ ട്രേഡ് എടുക്കുക. ആവറേജിൽ ഒരു ഷെയറും ഇല്ല. പിന്നെ പ്രീവിയസ് ഡേ ഹൈ, ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുക, R1 R2 പോയിട്ട് ഇറങ്ങുക ചെയ്യുമ്പോൾ ചാൻസ് എടുക്കുക. അന്നേരം വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. ഇതിൽ നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ളത് ഈ ഡ്രഡ്ജിങ് കോർപ്പറേഷൻ, MSTC ഒക്കെ പ്രീവിയസ് ഡേ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ആരതി ഇൻഡസ്ട്രീസ് ആവറേജിന് താഴെയാണ് ക്ലോസിങ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 620 ഒക്കെ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങി ഈ 615, അത് 1% ഇല്ല. അതുകൊണ്ടാണ് ഞാനത് മാർക്ക് കഴിഞ്ഞത്. 15 താഴെ നിൽക്കുന്നതാണ് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അതുപോലെ അപ്പോളോ ടയർ ഇന്നത്തെ ഹൈ 506, അത് ക്ലോസിങ് 500. ചിലപ്പോൾ ഈ R1 എന്നൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ ITDC സിമെൻറ്റേഷൻ വന്നത് ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. എനിക്ക് തോന്നുന്നു R1 വരും അത്. പിന്നെ ഇതിനകത്ത് ഈ വെർട്ടോസ് എന്ന് പറയുന്ന ഷെയർ നോക്കി ചെയ്യുക. അത് 2-3 ദിവസമായിട്ട് അപ്പർ സർക്കിട്ടാണ്. അപ്പോൾ നമ്മളതിനകത്ത് നോക്കി ചെയ്യാവോ. ഞാനിത് എടുത്തിടുന്ന എന്നതിനകത്ത് ചാൻസ് ഇടുന്ന അപ്പോൾ നല്ല രീതിയിൽ എൻട്രി ചെയ്യാൻ വേണ്ടി എടുത്തിടുന്നതാണ്. പിന്നീട് ഈ PCBL ശ്രദ്ധിക്കുക. അതും 326 R1 ഒന്നിൽ ഈ റേഞ്ച്, അതല്ലെങ്കിൽ 317, 320 വന്നിട്ട് ഈ റേഞ്ച് കട്ടാവുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതുപോലെ അജ്മേറ നാളെ ചിലപ്പോൾ 600 റേഞ്ചിന് മുകളിൽ വന്നിട്ടായിരിക്കാം. ചിലപ്പോൾ ഒന്നിൽ 600 മുകളിൽ വന്നിട്ട് 594 താഴെ പോകണമെങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. 616, 620 റേഞ്ചിൽ നിന്ന് തിരിച്ച് 616 താഴെ വരുമ്പോൾ എൻട്രി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിനായിട്ടുള്ള ഷെയറുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.